ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു ഡെവലപ്പറോ അല്ലെങ്കിൽ ഡെവലപ്പർ ആകാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്കുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ VS കോഡിനകത്ത് കോഡ് റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാതെ ലോക്കൽ ഹോസ്റ്റിനകത്ത് റൺ ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ ആ ഒരു കോഡ് തന്നെ നമുക്ക് പബ്ലിക്കലി എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിൽ കിട്ടി അങ്ങനെ ഇരിക്കും. അപ്പം ചിലർക്കൊക്കെ ഈ ഒരു കാര്യം ഓൾറെഡി അറിയാമായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് മസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. VS കോഡ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഓപ്പൺ ഫോൾഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് എൻ്റെ ഡെസ്ക്ടോപ്പിനകത്ത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള 3D പോർട്ട്ഫോളിയോ ഉണ്ട്, അത് സെലക്ട് ചെയ്യാണ്. ഇനി ടെർമിനലിനകത്ത് npm run dev എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. ലോക്കൽ ഹോസ്റ്റ് 5173 ഇപ്പം നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് ലോക്കൽ ഹോസ്റ്റിനകത്താണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് എല്ലാം ഒന്ന് വർക്കിംഗ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നേരെ VS കോഡിൽ പോയിട്ട് ടെർമിനലിൻ്റെ തൊട്ടപ്പുറത്ത് എന്തുണ്ട്, പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യുക, പോർട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഫോർവേഡ് പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് നമ്പർ അവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു 5173 എന്ന് പറയുന്ന ആ ഒരു നമ്പർ എന്ത് ചെയ്യാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ഏത് പോർട്ടിലാണ് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. മോസ്റ്റ്ലി ലോക്കൽ ഹോസ്റ്റ് 3000 റൺ ചെയ്യുന്നുണ്ടാവുക. ഞാൻ വൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പോർട്ടിനകത്ത് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ പോർട്ട് നമ്പറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എന്തുണ്ട്, ഒരു HTTPS ലിങ്ക് കാണിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ഒരു ലിങ്ക് നിലവിൽ ഇപ്പോൾ പ്രൈവറ്റ് ആണ്, അതുകൊണ്ട് പുറത്തുനിന്ന് ആർക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പബ്ലിക് ആക്കാം. അതിനുവേണ്ടി ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോർട്ട് വിസിബിലിറ്റി എന്ത് ചെയ്യുക, പബ്ലിക്കിലോട്ട് മാറ്റുക. എന്നിട്ട് ഇവിടെ VS കോഡ് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. ഞാൻ ആ കോപ്പി ചെയ്ത ലിങ്ക് എടുത്ത് ക്രോമിനകത്ത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ പെർമിഷൻ ഒരു ഡെവലപ്പർ ടണലിൽ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് തന്നെ റൺ ആവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും HTTPS എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എവിടെ വേണമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് തന്നെ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെയിം ടൈം തന്നെ മൊബൈൽ ഫോണിനകത്തും ഇതുപോലെ തന്നെ റൺ ചെയ്ത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു ഔട്ട്പുട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലയൻറ്റിനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം, നിങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ പോർട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സീനിയർ ഡെവലപ്പേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളോ ഒക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കും കൂടുതൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.